അസ്സലാമു അലൈക്കും. എന്നോടൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡ് ആണല്ലോ, എഴുതുന്നു, സൊസൈറ്റിയിൽ ഇടപഴകുന്നു, യാത്ര പോകുന്നു, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രിവിലേജിന് പുറത്ത് ചെയ്യുന്നതാണോ എന്നുള്ള രൂപത്തിലൊക്കെ പലപ്പോഴും ഞാനൊക്കെ ഒരുപാട് നേരിടാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഇന്ന് അൽഹംദുലില്ലാ കുറച്ചൊക്കെ പ്രിവിലേജ്ഡ് ആണ്. പക്ഷേ ഈ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നുണ്ടല്ലോ, അത്രയും കഷ്ടപ്പെട്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ നേടിയെടുത്തൊരു സാധനമാണെന്നുള്ളതാണ്. അത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ വുമൻസ് ഡേയിൽ ചെയ്യാൻ വിചാരിച്ച വീഡിയോ ആണിത്. കാരണം ഒരു വുമൺ എന്നുള്ള എൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വുമൻസ് ഡേയിൽ ചെയ്യാൻ വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷെ ഇന്നലെ കുറേ തിരക്കുകൾ വിട്ടിട്ട് നല്ല ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു കളർഫുൾ ലൈഫ് അല്ലാത്ത ഇതിന് പിന്നിൽ നമ്മൾ കടന്നു വന്നൊരു കാലമുണ്ട്. ആ കാലത്ത് കഥ കേൾക്കുമ്പോഴേ എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് ലൈഫ് എത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സറൗണ്ടിങ്ങിലൊന്നും നമ്മൾ വുമൺ ലീഡേഴ്സിനെ കണ്ടിട്ട് വളർന്ന അങ്ങനൊരു കാലമൊന്നുമല്ല. നമുക്കങ്ങനെ എടുത്തു പറയാൻ മാത്രമല്ല, അല്ലെങ്കിൽ കണ്ട് പരിചയമുള്ള വുമൺ ലീഡേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വുമൺ റെപ്രസെൻറ്റേഷൻ കണ്ടിട്ടൊന്നുമല്ല വളരുന്നത്. ഭയങ്കര പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെയുള്ള രീതികളെ കണ്ടുകൊണ്ടാണ് വളരുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ച് ജീവിക്കണം, അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര സജീവമായിട്ട് തുടങ്ങുന്നൊരു കാലമാണ്. എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ വന്നു തുടങ്ങി. സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ലൈവായിട്ട് തുടങ്ങുന്നൊരു കാലം. അപ്പം ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് എടുത്തു. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, പ്രൊഫൈൽ പിക്ചറായിട്ട് നമ്മളെ ഫോട്ടോ തന്നെ എല്ലാം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഷൻ ആട്ടോ പറയുന്നത്. ഇങ്ങനെ ഞാൻ എൻ്റെ ഫോട്ടോ FBയിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ആഡ് ചെയ്തു. ഇതിന് എൻ്റെ വീട്ടിലൊരു ഒരാഴ്ച യുദ്ധമായിരുന്നു. പല ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ. ഇപ്പം ഫാമിലിയിൽ നിന്നാണെങ്കിലും എന്തിനാണ് അത് ചെയ്തത്, എന്താ ഒരു പെൺകുട്ടിയല്ലേ അങ്ങനെ ഫോട്ടോ പുറത്ത് വിടാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കമൻറ്റ് ഇടുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു ഡയലോഗാണ്, ഫേസ്ബുക്കിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർ മൊത്തം ആങ്ങളാരാണോ. അതായത് അത്രത്തോളം നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ പുറത്ത് വിടുക എന്നൊക്കെ ഉള്ള വളരെ ബേസിക്കായിട്ടൊരു കാര്യം ചെയ്യുന്നു. ബട്ട് അതിനെപ്പോലും എന്താ പറയുക, അന്നുമാതിരി ടോർച്ചറിങ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാനതിൽ ആരെയും കുറ്റം പറയുന്നല്ല, അന്നത്തെ നമ്മളൊരു രീതി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു 13 വയസ്സുള്ളൊരു ചെറിയ കുട്ടിയാണല്ലോ, 8ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിയാണ്. എനിക്കത് ഭയങ്കര എന്താ പറയുക, ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. കുറച്ച് ദിവസങ്ങളങ്ങനെ കരച്ചിലും പ്രശ്നങ്ങളും, ആ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നു. പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് വീണ്ടും നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടൊക്കെ ഞാൻ കുറേ കാലം 1-2 വർഷം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. പിന്നെയും നമ്മൾ പൊളിറ്റിക്സിൽ വരുന്നു. പൊളിറ്റിക്സ് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടൊരു വുമൺ പൊളിറ്റിക്സിലേക്ക് എൻട്രി ചെയ്യാന്നൊക്കെ പറയുന്നത് ചിന്തിക്കാനേ ആവാത്തൊരു കാര്യമാണ്. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര ഏർലി സ്റ്റേജിൽ തന്നെ വരുന്നുണ്ട്. ഒരു 16 വയസ്സുള്ള സമയം മുതൽ ഞാൻ പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല, എങ്ങനെ വരും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ കാണുന്ന കുറച്ച് ലീഡേഴ്സ് ഉണ്ട്. ഇപ്പം തഹ്ലിത്ത, അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, അല്ലെങ്കിൽ നജ്മ തബ്ഷീർ, അങ്ങനെയുള്ള ഞാൻ കാണുന്ന കുറച്ച് ലീഡേഴ്സ് ഉണ്ട്. അപ്പം ഇവരൊക്കെ ഒരു സപ്പോർട്ട് അന്നേ, തഹ്ലിത്താണെങ്കിലും മുഫീത്താണെങ്കിലും നജ്മത്താണെങ്കിലും ഇവരൊക്കെ ഒരു സപ്പോർട്ട് അന്നേ നല്ലോണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പൊളിറ്റിക്സിൽ ഇങ്ങനെ വന്നു തുടങ്ങിയത്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവരും പെട്ടെന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു രൂപമുണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി പാണക്കാട് ഫാമിലി എല്ലാവരും. ഇപ്പോൾ ലീഗിനകത്താണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഓവറോൾ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും നമ്മളങ്ങനെ വരുന്ന സമയത്ത് ഒരു മുസ്ലിം വുമൺ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഗേൾ എന്നുള്ളൊരു കൺസിഡറേഷൻ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു 16 വയസ്സ് മുതലൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ചും ലീഗിൻ്റെ ഒക്കെ വേദികളിൽ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ എനിക്ക്
ട്രാവലിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. സോ അവരത് ചെയ്യുമായിരുന്നു. പരിപാടിക്ക് വിളിക്കുമ്പോൾ തന്നെ ആരായാലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രൈവറ്റ് വെഹിക്കിളിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. കാരണം എൻ്റെ വീട്ടിലത് പ്രശ്നമായിരുന്നു. ഒരു പ്രൈവറ്റ് വെഹിക്കിൾ അങ്ങനെ വരികയാണെന്നെങ്കിൽ തന്നെ ആ വെഹിക്കിളിൽ ലേഡീസ് വേണം, അല്ലാത്ത വണ്ടിയിൽ വരാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താൽ മതി, അതല്ലാതെ ഒരു പ്രൈവറ്റ് വെഹിക്കിളിൽ വരണ്ടെന്നുള്ള അങ്ങനത്തെ കുറേ റൂൾസൊക്കെ ആയിരുന്നു അന്ന്. അതൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പം ലാസ്റ്റ് ഞാൻ ഡൽഹി പോയ സമയത്ത് ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ അത് എൻ്റെ ഞാൻ ഏരിയയിൽ കോച്ചിലൊന്നും മലയാളീസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം ഫുള്ള് ഹിന്ദിക്കാരെ കൂടെയാണ് ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതിൽ ലേഡീസും ഇല്ല, അല്ലെങ്കിൽ മലയാളീസും ഇല്ല, ആരുമില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ പിന്നെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ഏത് സിറ്റുവേഷനിലും ജീവിക്കാൻ കഴിയുന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ചങ്ങലകൾ നമ്മൾ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും പറയാണ്, അപ്പം ഇങ്ങനത്തെ ഒരു പ്രൈവറ്റ് വെഹിക്കിളിൽ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലേക്ക് അങ്ങനെ വരണ്ടെന്നുള്ള അങ്ങനത്തെ ഒരു രീതി പോലും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ എൻ്റെ പാരൻസിനൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അവരെന്നെ ചിന്തിക്കാം. കാരണം ഒരുപാട് അവരുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒരുപാട് മാറിയിട്ടുണ്ട്. അതുപോലെ പുറത്തൊക്കെ പോയി പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾസ് ഇതിലൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും ഭയങ്കര എന്താ പറയുക ഒരു ഈസി പ്രോസസ്സ് ഒന്നും ആയിരുന്നില്ല. ഞാൻ കണ്ണൂർ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആ സമയത്ത് എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണമെന്നുണ്ട്. പക്ഷെ വീട്ടിൽ പെർമിഷൻ ഇല്ല, അല്ലെങ്കിൽ അത്രയും ദൂരം പോകണ്ടെന്നുള്ളൊരു അങ്ങനത്തെ ഒരു കൺസേൺ ഉള്ള സമയമായിരുന്നു. അപ്പോൾ കണ്ണൂർ പോകാൻ തന്നെ ഒരുപാട് എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതങ്ങനെ കടന്നു പോയിട്ടുണ്ട്, ലൈഫിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ എല്ലാം നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, കുറച്ചൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ പോയിന്റിലേക്കാണ്. ലൈഫിൽ ഒന്നും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് നിങ്ങളെ ചുറ്റുപാടും മാറണം എന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. ഫൈറ്റ് ചെയ്യാന്നുള്ളതിനാണ് അതിൽ മാർക്കുള്ളൂ. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് തിരുത്തലുകൾ വേണ്ടത് അവിടെ ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവണം എന്നുള്ളതാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പം കാലം കൊണ്ട് ഇതൊക്കെ മാറും. നമുക്ക് മുന്നിലുള്ള അരുതുകൾ ഓരോന്നും കാലം കൊണ്ട് മാറും എന്നുള്ളതാണ്. അത് മാറാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ ഒരു ശ്രമം നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നും ഇന്ന് വരെ നേടിയ ഒന്നും പ്രിവിലേജുകൾ കൊണ്ട് നേടിയതല്ല, മറിച്ച് അതിനൊക്കെ പിന്നിൽ അമ്മാതിരി ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറേ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കുറേ എഫേർട്ട് എടുത്ത് ചെയ്ത കാര്യങ്ങളാണ് ഓരോന്നും. മനഃപൂർവ്വം മാറണമെന്ന് വിചാരിച്ച് മാറ്റിയെടുത്തതുമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കൊണ്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ കുറേ ചങ്ങലകൾ ഉണ്ടാവും. കുറേ ചിലപ്പോൾ നമുക്ക് ചങ്ങലയാണെന്നൊക്കെ തോന്നുന്ന ചെറിയ പൊട്ടാൻ വളരെ എളുപ്പമുള്ള ചില കയറുകളായിരിക്കും. അതൊക്കെ അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നാളെ സ്വപ്നം കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും.